ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് 4 പുതിയ ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ചാണ്. നമ്മുടെ RBL ബാങ്ക് പുതിയ 4 ക്രെഡിറ്റ് കാർഡ്സുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ എന്താ പറയുക, ഒരു ആവറേജ് സെഗ്മെന്റിൽ തൊട്ടിട്ട് പ്രീമിയം സെഗ്മെന്റിൽ വരെ വെക്കാവുന്ന കാർഡുകളാണ് ഇപ്പോൾ ലോഞ്ച് ആയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ RBL ബാങ്ക് റീസെൻ്റ്ലി കുറേ പുതിയ കാർഡുകളൊന്നും അങ്ങനെ ലോഞ്ച് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അതിന് വേറൊരു ബാങ്ക് നമ്മുടെ ICICI ബാങ്ക് പുതിയ കാർഡുകൾസൊക്കെ ലോഞ്ച് ചെയ്യുന്നത് ഭയങ്കര ലാഗാണ്. എനിക്ക് തോന്നുന്നു ഒന്നും റീസെൻ്റ്ലി പുതിയതായിട്ടൊന്നും ലോഞ്ച് ആയിട്ടില്ല. അപ്പോൾ ഇവരുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 4 കാർഡുകളുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇത് അത്യാവശ്യം പ്രീമിയം കാർഡുകളാണ്, പക്ഷേ അത്യാവശ്യം നല്ല എന്താ പറയുക ബെനിഫിറ്റ്സുകളും കാണുന്ന റിവാർഡ് പോയിന്റ്സും കാണാനൊക്കെ തരുന്ന ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന കാർഡുകളാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക് ലേണേഴ്സ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ കുറച്ച് കാലമായിട്ട് ലാഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് ആക്ച്വലി ഫീവറും പനിയും സംഭവമൊക്കെ ആയിരുന്നു. അത് മാത്രമല്ല, നമ്മുടെ വീട്ടിലത്തെ ഡോഗ് പെറ്റ് നമ്മുടെ പോപ്പി എന്ന് പറഞ്ഞാൽ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, ആളാകെ ഓഫാണ്. ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് ആൾക്ക് 10 വയസ്സായിട്ടാണ്. പക്ഷേ മരുന്നിനൊന്നും അങ്ങോട്ട് ശരിയാവണില്ല. 14 ദിവസമായി ഇപ്പോൾ ആൾ സ്റ്റിറോയിഡും ആൻറ്റിബയോട്ടിക് കഴിക്കുന്നു. പക്ഷേ ഒന്നും അങ്ങോട്ട് ആക്റ്റ് ആവണില്ല, ഒന്നും കഴിക്കണമില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡൗണിലാണ്. നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് ക്ഷമിക്കാട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. 4 കാർഡുകളാണ് വന്നേക്കുന്നത്. നോവ കാർഡ്, അതുപോലെ തന്നെ ലൂമിയർ കാർഡ്, പിന്നെ ആസ്വെയർ ബാങ്കിങ്, പിന്നെ സിഗ്നേച്ചർ ബാങ്കിങ്. അങ്ങനെ 4 കാർഡുകളാണ് വന്നേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഫീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ആസ്വെയർ ബാങ്കിങ്ങിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1500 പ്ലസ് GST ആണ്. സിഗ്നേച്ചർ ബാങ്കിങ്ങിൻ്റെ 2500 പ്ലസ് GST, നോവ 12500 പ്ലസ് GST, ലൂമിയർ 50000 പ്ലസ് GST കേട്ടോ. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രീമിയം കാർഡ് എന്ന് പറയുന്നത് ലൂമിയർ കാർഡാണ്. അപ്പോൾ ലൂമിയർ കാർഡിൻ്റെ കാര്യം ആദ്യം പറയുകയാണെങ്കിൽ നമുക്കിതൊരു മെറ്റൽ കാർഡ് തന്നെയാണ് വരാൻ പോകുന്നത്. പ്രീമിയം മെറ്റൽ കാർഡ് തന്നെയാണ്. ജോയിൻറ്റ് ഫീസ് 50000 പ്ലസ് GST വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് ആക്ച്വലി എന്താ പറയുക, അൾട്രാ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർക്കാണ്. നോർമൽ ആൾക്കാർക്കൊന്നും ഈ കാർഡ് കിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ ഭയങ്കര എന്താ പറയുക, അവർ ആക്ച്വലി ഇത് ഇൻവൈറ്റ് ഓൺലി ക്രെഡിറ്റ് കാർഡാണ്. നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടണം, എന്നാലും മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഇവരുടെ ഫുള്ളി ഫീച്ചേഴ്സും കാണുന്നത് ഒരു പുറത്തു വിട്ടില്ല. പക്ഷേ എന്താ പറയുക, ഫീച്ചേഴ്സിൻ്റെ പൂരം എന്നാണ് ആക്ച്വലി ഇവർ പറഞ്ഞേക്കുന്നത് കേട്ടോ. സ്പെസിഫിക് ആയിട്ടൊന്നും എടുത്ത് പറഞ്ഞിട്ട് എല്ലാ സെഗ്മെന്റിലും ഫീച്ചേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇൻക്ലൂഡിങ് നമ്മുടെ എന്താ പറയുക എയർപോർട്ട് ലോഞ്ചസും ട്രാവൽ ബെനിഫിറ്റ് എല്ലാ പണ്ടാരങ്ങളും ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. അടുത്തത് നമ്മുടെ നോവ ക്രെഡിറ്റ് കാർഡാണ്. ഇത് ആക്ച്വലി ഒരു 12500 പ്ലസ് GST വരുന്ന ഒരു ആനുവൽ ഫീസ് വരുന്ന ജോയിൻറ്റ് ഫീസ് വരുന്ന ഒരു കാർഡാണ്. ഇത് ആക്ച്വലി ഒരു പ്രീമിയം ഓഫറിങ് തന്നെയാണ്, പക്ഷേ ഹൈ എൻഡ് എന്ന് പറയാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്ക് ഇത് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഗിഫ്റ്റ് കാർഡ് വേർത്ത് ₹12500 താജ് എക്സ്പീരിയൻസിൻ്റെയോ അല്ലെങ്കിൽ ലക്ഷൻ്റെയോ ഒക്കെ നമുക്ക് വെൽക്കം ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ 3 ലക്ഷം രൂപ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കലണ്ടർ ക്വാർട്ടറിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ വേറെ കിട്ടുന്നുണ്ട്. പിന്നെ റിവാർഡ് പോയിന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 12 റിവാർഡ് പോയിന്റ് ആണ് ഫോർ എവരി ₹200 സ്പെൻഡ് ഓൺ ഫ്ലൈറ്റ് ആൻഡ് ഹോട്ടൽ ബുക്കിംഗ്. പിന്നെ 2% മാത്രമുള്ള ഫോറിൻ കറൻസി മാർക്കപ്പ് ചാർജ്. പിന്നെ 12 കോംപ്ലിമെൻ്ററി ലോഞ്ച് വിസിറ്റ് കിട്ടുന്നുണ്ട്, ഇന്ത്യയിലും കിട്ടുന്നുണ്ട്. പിന്നെ 12 ഇൻ്റർനാഷണൽ ലോഞ്ച് വിസിറ്റ് വേറെ സെപ്പറേറ്റ് നമുക്ക് പുറത്തത്തെ, അതായത് എബ്രോഡ് വിസിറ്റിലും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ 4 ഫ്രീ ഗോൾഫ് ഗെയിംസ് കിട്ടുന്നുണ്ട്, 12 ഗോൾഫ് ലെസൺസ് എവരി ഇയർ കിട്ടുന്നുണ്ട്, 10% ഓഫ് ഓൺ സെലക്ടഡ് ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ്സ് കിട്ടുന്നുണ്ട്, 4 റിവാർഡ് പോയിന്റ്സ് ഫോർ എവരി ₹200 സ്പെൻഡ് ഓൺ റെഗുലർ പർച്ചേസുകളാണ്. പിന്നെ 12 ആക്സിലറേറ്റഡ് റിവാർഡ് പോയിന്റ് ഫോർ എവരി ₹200 സ്പെൻഡ് ഓൺ ബുക്കിംഗ് മെയ്ഡ് ത്രൂ nova.rbl.bank.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ത്രൂ. നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പോൾ നമ്മുടെ മെയിൻ അല്ല എല്ലാ ബാങ്കുകളുടെയും വെബ്സൈറ്റ് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് എല്ലാ ബാങ്കുകളുടെയും മാറ്റം വരുന്നത് bank.in ആയിരിക്കും. അല്ലാത്തതൊന്നും ഒഫീഷ്യൽ ബാങ്കിൻ്റെ ഐഡിയ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇമെയിൽ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ആയിരിക്കില്ല. അത് സ്കാമേഴ്സിനെ ഇപ്പോൾ നിർത്താനുള്ള ഒരു പരിപാടിയിലേക്ക് ഇപ്പോൾ ഗവൺമെൻറ് തുടങ്ങിയ പരിപാടിയാണ്. എല്ലാ ബാങ്കിൻ്റെയും മറ്റത്ത് ഇപ്പോൾ bank.in ആയിരിക്കും കേട്ടോ. അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട. നമ്മൾ സെപ്പറേറ്റ് വേണമെങ്കിൽ ഒരു ഷോർട്സ് നമുക്ക് വേണമെങ്കിൽ ഇടാം. പിന്നെ ഈച്ച് റിവാർഡ് പോയിന്റ് ഈസ് ഈക്വൽ ടു ₹1 ആണ് കേട്ടോ റീഡീം ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഫ്യൂവൽസിനും യൂട്ടിലിറ്റീസിനും ഇൻഷുറൻസിനും വാലറ്റ് ഗവൺമെൻറ് സർവീസ് EMI അതിനൊന്നും റിവാർഡ് പോയിന്റ് ഇല്ല. ഈ കാർഡും നോവ ക്രെഡിറ്റ് കാർഡ് എന്ന സാധനം ഇതും ഇൻവൈറ്റ് ഓൺലി കാർഡ് തന്നെയാണ്. പിന്നെ നമുക്ക് വരുന്നത് സിഗ്നേച്ചർ ബാങ്കിങ് ക്രെഡിറ്റ് കാർഡാണ്. ഇത് നമ്മുടെ എന്താ പറയുക മെമ്പർഷിപ്പ് ഫീസ് ഓഫ് ₹2500 പ്ലസ് GST വരുന്നൊരു കാർഡാണ്. നിങ്ങൾക്ക് ആക്ച്വലി സിഗ്നേച്ചർ ബാങ്കിങ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടും, ഈ കാർഡ് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ ക്യാഷ് ബാക്ക് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്ക് 4% ക്യാഷ് ബാക്ക് ഓൺ ഫ്ലൈറ്റ്, ഹോട്ടൽ, ഷോപ്പിംഗ് വൗച്ചേഴ്സ് ഇതൊക്കെ കിട്ടുന്നുണ്ട് RBL റിവാർഡ് പോർട്ടൽ ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ. പിന്നെ 1% ക്യാഷ് ബാക്ക് ഓൺ ഓൾ എലിജിബിൾ പർച്ചേസും മാക്സിമം ₹1500 ഒരു മാസത്തിൽ കിട്ടുക. പിന്നെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് ആയിട്ട് 2000 രൂപയുടെ ക്യാഷ് ബാക്ക് ഫോർ സ്പെൻഡിങ് 4 lakh ആണ്. പിന്നെ 4000 രൂപയുടെ അഡീഷണൽ ക്യാഷ് ബാക്ക് ഫോർ സ്പെൻഡിങ് 6 lakh ഉണ്ട് കേട്ടോ. 2 ഡൊമസ്റ്റിക് ലോഞ്ച് വിസിറ്റ് എവരി ക്വാർട്ടർ കിട്ടുന്നുണ്ട്, 2 ഇന്റർനാഷണൽ ലോഞ്ചസിനും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കാര്യം. ബൈ 1 get 1 ഫ്രീ മൂവി ടിക്കറ്റ് ഓൺ ബുക്ക് മൈ ഷോയും കിട്ടുന്നുണ്ട് എവരി മന്ത്.
പിന്നെ നോ ക്യാഷ് ബാക്ക് ഇസ് ഗിവൺ ഓൺ ഗ്രോസറി, ഡൈനിങ്, എൻ്റർടൈൻമെൻറ്റ്, ഫ്യൂവൽ, യൂട്ടിലിറ്റീസ്, ഇൻഷുറൻസ്, റെയിൽവേ, റെൻ്റൽ, എഡ്യൂക്കേഷണൽ വാലറ്റ്, ഗവൺമെൻറ് സർവീസ്, അങ്ങനത്തെ സംഭവത്തിനൊന്നുമില്ല. ഇനി വരെ ഏറ്റവും ചീപ്പായിട്ടുള്ള കാർഡ് ആസ്പെയർ ബാങ്കിങ് കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ 1500 പ്ലസ് GST ആണ് ഇതിൻ്റെ ആനുവൽ ചാർജും ജോയിൻ ചാർജൊക്കെ വരുന്നത്. 3% ക്യാഷ് ബാക്ക് ഓൺ ഫ്ലൈറ്റ് ബുക്കിംഗ്, ഹോട്ടൽസ്, ഷോപ്പിംഗ്, വൗച്ചേഴ്സ് വെൻ യൂസിങ് RBL റിവാർഡ് പോർട്ടൽ ത്രൂ ചെയ്യുമ്പോൾ 1% ക്യാഷ് ബാക്ക് ഓൺ ഓൾ അതർ എലിജിബിൾ പർച്ചേസ് ആണ്. 1000 രൂപയാണ് ഒരു മാസത്തിൽ മാക്സിമം ക്യാപ്പിംഗ് വന്നിരിക്കുന്നത്. മൈൽ സ്റ്റോൺ ഇവിടെ നോക്കുകയാണെങ്കിൽ 1500 രൂപ ക്യാഷ് ബാക്ക് വെൻ യു സ്പെൻഡ് 3 lakh, പിന്നെ എക്സ്ട്രാ 3000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് 5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു കോംപ്ലിമെൻ്ററി ഡൊമസ്റ്റിക് ലോഞ്ചസ് വിസിറ്റ് ഇവർക്ക് ക്വാർട്ടർ ഇടുന്നുണ്ട്. പ്രൊവൈഡഡ് യു സ്പെൻഡ് 35,000 രൂപയുടെ മുകളിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ക്വാർട്ടറിൽ ഒരു ഡൊമസ്റ്റിക് എയർപോർട്ട് ലൈൻസ് കിട്ടുന്നുണ്ട്. ബുക്ക് മൈ ഷോയുടെ ഓഫർ നമുക്ക് ഇതിൽ വരുന്നുണ്ട്, ബൈ വൺ ഗെറ്റ് വൺ. നമുക്ക് മിക്ക എല്ലാ RBL ബാങ്കിലും ഈ ബുക്ക് മൈ ഷോ കാർഡിൽ വരുന്നുണ്ട് കേട്ടോ. ആനുവൽ ഫീസ് വരുന്നത് 1500 രൂപയാണ്. നിങ്ങൾ ആസ്പെയർ ബാങ്കിങ് കസ്റ്റമർ ആണെങ്കിൽ അത് ഫ്രീ ആണ് കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് 3 നമ്മുടെ RBL ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് പുതിയതായിട്ട് ഇറങ്ങിയ കാർഡുകൾ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് ഈ മാസം അപ്ലൈ ചെയ്യാനുള്ള അത്യാവശ്യം നല്ല കാർഡുകളുടെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം. എന്തായാലും ഈ കാർഡുകളുടെ ലിങ്കൊന്നും ഞാൻ കൊടുക്കുന്നില്ല, എന്താ വെച്ചാൽ എനിക്ക് വെറുതായിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഒന്നാമത് ഇത് ഇൻവൈറ്റ് ഓൺലി കാർഡൊക്കെയാണ് മിക്ക കാർഡുകളും. പിന്നെ ഏറ്റവും ചീപ്പായിട്ടുള്ള കാർഡായാലും വലിയ വാല്യൂ തരുന്ന കാർഡെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്താൽ മതി കേട്ടോ. അടുത്ത് കാണാം.